നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും വലിയൊരു സഹായം ചെയ്തിട്ട് തിരിച്ചാ നന്ദിയോ സ്നേഹമോ നമ്മളോടുള്ള കരുതലോ ഇല്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ അത്ര അടുപ്പമൊന്നുമില്ലാത്ത അപരിചിതർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ അവർ വളരെ നന്ദിയോടെ സ്നേഹത്തോടെ നമ്മളോട് തിരിച്ച് പെരുമാറുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിന് കാരണമെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താണ് അതിനുള്ള കാരണം? എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷയാണ്. ഏറ്റവും അടുത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അവരിൽ നിന്നും മറിച്ച് സ്നേഹമോ നന്ദിയോ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ എവിടെ നിന്ന് വരുന്നതാണ്? അറ്റാച്ച്മെൻറ്റ്, ഇല്ലേ? നമ്മൾ എത്രത്തോളം അടുത്ത ആളാണോ അത്രത്തോളം നമ്മുടെ എക്സ്പെക്റ്റേഷനും കൂടും. ഞാൻ അവളുടെ അമ്മയല്ലേ, അവൾക്ക് എന്നോട് ഇങ്ങനെ പെരുമാറാമോ? അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ, കൂട്ടുകാരിയല്ലേ, സഹോദരിയല്ലേ? ഇങ്ങനെ ഓരോ ബന്ധങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റാണ് എക്സ്പെക്റ്റേഷൻ്റെ ഹേതു. ഈ എക്സ്പെക്റ്റേഷൻ എവിടെ നിന്നാണ് വരുന്നത്? അത് നമ്മുടെ ഈഗോയാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഗോ ഈസ് ആൻ അറ്റാച്ച്മെൻറ്റ് ടു ദി റോങ് ഇമേജ് ഓഫ് മൈസെൽഫ്. ഞാനൊരു സംഭവമാണ്, ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നും വേറിട്ട് ഒരു ഇമേജ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ ദുഃഖത്തിനും ഈ എക്സ്പെക്റ്റേഷനും എല്ലാം ഹേതു. ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ അർജുന വിഷാദ യോഗത്തിൽ ആവർത്തിച്ച് പറയുന്നത് ആദ്യം നമ്മൾ വിടേണ്ടത് ബന്ധങ്ങളുമായിട്ടുള്ള ബന്ധനങ്ങളാണെന്ന്. അതിൻ്റെ ശേഷപത്രമാണ് ഈ ഈഗോയും എക്സ്പെക്റ്റേഷനും എല്ലാം, ഇല്ലേ? അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ മോശമായി പെരുമാറുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ടല്ലേ? അതും എന്തുകൊണ്ടാണ്? ഞാൻ എന്ന ഭാവം, ഞാൻ, ആ ഈഗോയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം തുറന്നു പറയാൻ നമ്മുടെ മനസ്സൊന്ന് വിലക്കും. നമുക്ക് സമൂഹത്തിലുള്ള സ്ഥാനം പോകുമോ, പദവി പോകുമോ? ഈ പദവിയും സ്ഥാനവും എല്ലാം ഒരു തരത്തിലുള്ള ഈഗോയുടെ വേരുകളാണ്. സാധനങ്ങളോടായാലും വസ്തുക്കളോടായാലും വ്യക്തികളോടെല്ലാം ആരോടായാലും അമിതമായ അടുപ്പം, അറ്റാച്ച്മെൻറ്റ് പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് ഈഗോയെ മുറിച്ച് കളയാൻ പറ്റൂ.